ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ചയിലെ ആദ്യത്തെ എപ്പിസോഡുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഇന്നത്തെ ദിവസം ദൈവം നമ്മുടെ നടുവിൽ എന്തൊക്കെയോ വലിയ വലിയ കാര്യങ്ങളാണ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് അതിന് മുന്നമേ ഒരുമിച്ച് ചേർന്നത് സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആദ്യത്തേത് നെയ്യാറ്റിൻകരയിൽ നിന്ന് ഒരു വെൽവിഷറാണ്. താങ്ക് യു. ഇന്ന് മൂത്ത മകൾ അപർണയുടെ ജന്മദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ അപർണ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അപർണയുടെ വിവാഹം നടക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭർത്താവിൻ്റെ ജോലി അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് മാനിച്ചതിനായി നന്ദി, അനുഗ്രഹിച്ചതിനായി നന്ദി, ദൈവ പദ്ധതികൾ വെളിപ്പെടുത്തിയതിനായി നന്ദി പറയുന്നപ്പ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്പോൺസർ ചെയ്തവരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്ന. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. വെൽക്കം ബാക്ക്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എങ്ങനെയുണ്ട് കാര്യങ്ങൾ? ഇടയ്ക്കൊക്കെ മെസ്സേജ് ഇടണേ. എനിക്ക് തോന്നുന്നു എൻ്റെ വാട്സപ്പ് നമ്പർ ഒത്തിരി പേര്, ആയിരക്കണക്കിന് പേരുടെ കയ്യിലുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ ഈ ഫോണിൽ തന്നെ ഏകദേശം 10,000-ഓളം ആളുകളുടെ നമ്പറുകൾ ഞാൻ ശേഖരിച്ചിട്ടുണ്ട്. അതിൻ്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റുകളും ഒക്കെ എൻ്റെ കയ്യിൽ ഞാൻ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. മോർണിംഗ് ഗ്ലോറി നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ എന്നെ അറിയിക്കണം. എന്നെ അറിയിക്കാതിരിക്കരുത്. മാത്രമല്ല, ഭാവി കാലത്ത് കൈകാര്യം ചെയ്യേണ്ട ടോപ്പിക്കുകൾ നേരത്തെ പറഞ്ഞാൽ നല്ലതാണ്. ഒത്തിരി പേര് അയച്ചിട്ടുണ്ട്. പലരോടും ഞാൻ പലതും വാക്ക് കൊടുത്തിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കണമെന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. പഴയ നിയമത്തിലെ ചില പുസ്തകങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കർത്താവ് അനുവദിക്കുന്നത് പോലെ നമുക്ക് മുന്നിലേക്ക് പോകാം. വെളിപ്പാട് പുസ്തകം ഞാൻ മനഃപൂർവ്വം വൈകിക്കുന്നതാണ്. കുറെ കൂടി കഴിഞ്ഞിട്ട് മതി എന്ന രീതിയിൽ ഒരു പ്രാവശ്യം ഞാൻ ഫ്രൈഡേ സർവീസിൽ 1 മുതൽ 22 വരെയുള്ള അധ്യായങ്ങൾ ഒരു പ്രാവശ്യം പഠിപ്പിച്ചു. എന്നാൽ അതിനേക്കാൾ അപ്ഡേറ്റഡ് വെളിപ്പാടുകൾ ഇന്ന് കർത്താവിൻ്റെ ഉള്ളിൽ തന്നിട്ടുണ്ടെങ്കിലും കുറച്ചുകൂടെ നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് മതി. അതിനു മുമ്പ് നമുക്ക് ബേസിക്കലായി അല്ലെങ്കിൽ ഫൗണ്ടേഷനിലായി നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഓരോന്നോരോന്നായിട്ട് പോകാം. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ആരാധന എന്ന വർഷിപ്പ് എന്ന ടോപ്പിക് നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ലൈറ്റർ വേർഷൻസ് ആയിട്ടുള്ള ചില എൻകറേജിങ് ടോപ്പിക്സ് വേറെയും വരുന്നുണ്ട്. സോ ഹോപ്പ് യു ആർ എൻജോയിങ്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കഴിവതും ഓരോ എപ്പിസോഡ് കഴിയുമ്പോൾ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യൂസ്, അതുപോലെ സജഷൻസ്, കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കാം. ഞാനത് മിക്കവാറും നോക്കാറുണ്ട്. പ്രാർത്ഥന വിഷയങ്ങൾ ഒത്തിരി പേരിടാറുണ്ട്. നോ പ്രോബ്ലം, യു ക്യാൻ ഡു ദാറ്റ്. അത് കൂടാതെ അന്ന് പഠിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കതിലിടാം. സോ ലെറ്റ്സ് കണ്ടിന്യൂ വിത്ത് വർഷിപ്പ് സീരീസ്. ഇന്ന് ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് പ്രിപ്പറേഷൻ ഫോർ വർഷിപ്പ്. ഈ ആഴ്ചയിൽ പല ദിവസങ്ങളിലും നമ്മളത് ഫോക്കസ് ചെയ്യും. ആരാധനയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കം എങ്ങനെയാണ്? പ്രിപ്പറേഷൻ ഫോർ വർഷിപ്പ്. ഏത് മത പശ്ചാത്തലത്തിലുമുള്ളവർ അവരവരുടെ ദൈവങ്ങളെ, വിശ്വസിക്കുന്നവരെ ആരാധിക്കാൻ ഒക്കെ പോകുമ്പോൾ ഒരു ഒരുക്കമുണ്ട്. ഞങ്ങളുടെ അയൽപ്പക്കത്തുണ്ടായിരുന്ന ഒരു പ്രായമുള്ള ഒരു വൃദ്ധ ദമ്പതികൾ, ആ കാലത്ത് തന്നെ, ആ സമയത്ത് തന്നെ അദ്ദേഹത്തിന് എന്ന് വെച്ചാൽ ഞങ്ങൾ ചെറുതായിരുന്ന സമയത്ത്
എനിക്കൊന്ന് 3:30 മണിക്ക് വെളുപ്പിന് അദ്ദേഹം എഴുന്നേൽക്കുകയും കുളിച്ച് റെഡിയായി അവരുടേതായ രീതിയിൽ ആരാധനാക്രമങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുന്നതൊക്കെ കുട്ടിക്കാലത്തെ ഓർമ്മയാണ്. സോ ഏത് ദൈവത്തെ വിളിക്കുമ്പോഴും ആൾക്കറിയാം ഒരു 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 ഒരുക്കം ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ സത്യദൈവമായ നമ്മുടെ കർത്താവിനെ, കുറച്ചുകൂടി നന്നായിട്ട് പറയുകയാണെങ്കിൽ ഏക സത്യദൈവമായ നമ്മുടെ ദൈവത്തെ ആരാധിക്കാൻ എത്ര വലിയ ഒരുക്കമാണ് വേണ്ടത്. ചുമ്മാ അങ്ങ് ആരാധിക്കുന്നതിനേക്കാൾ there should be a preparation. അതിൽ ഞാൻ ചില മുഖവുരയായ ചില കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒരാൾ പറഞ്ഞത് ഇങ്ങനെയാണ്: വർഷിപ്പിംഗ് ഈസ് ദ എംപ്ലോയ്മെൻറ്റ് ഓഫ് ദ redeemed. വീണ്ടെടുക്കപ്പെട്ടവരുടെ തൊഴിലാണ് ആരാധന. വീണ്ടെടുക്കപ്പെട്ടവരുടെ മുഖ്യ തൊഴിലാണ് ആരാധന. ഓ മൈ ഗോഡ്, അതൊന്ന് ടൈപ്പ് ചെയ്ത് കമൻറ്റ് സെക്ഷനിൽ ഇടാമോ? വർഷിപ്പിംഗ് ഈസ് ദ എംപ്ലോയ്മെൻറ്റ് ഓഫ് ദ redeemed. വീണ്ടെടുക്കപ്പെട്ടവരുടെ മുഖ്യ തൊഴിലാണ് ആരാധന. ഈ അൺഎംപ്ലോയ്മെൻ്റ് ഒക്കെ ഉള്ള ഒത്തിരി കാലമാണ്. ഒത്തിരി പേർക്ക് തൊഴിലില്ലായ്മയുണ്ട്. തൊഴിലില്ലായ്മ, വേതനം, പിന്നൊരു സാധനം ഉണ്ടല്ലോ, തൊഴിലില്ലാത്തവർക്ക് കൊടുക്കുന്ന ഒരു പദ്ധതി ഉണ്ട്, മറന്നുപോയി എൻ്റെ പേര്. അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരി പരിപാടികൾ, തൊഴിലുറപ്പ് എന്നൊക്കെ പറയുന്ന പോലെ ഇത് തൊഴിലുറപ്പാണ്, ഉറപ്പായിട്ടുള്ള തൊഴിലാണ്. അതായത് രക്ഷിക്കപ്പെട്ടു, തൊഴിലുറച്ചു. എന്താണത്? ആരാധന. ഇതൊരു ലേബർ അല്ല, ഒരു ഹാർഡ് വർക്ക് അതിൽപ്പെട്ടതല്ല, ഒരു ചോർ അല്ല, എൻജോയ് ചെയ്യാവുന്ന, അതും വെറുതെ മെക്കാനിക്കലായിട്ടുള്ള ഒന്നിലേക്ക് പോയാൽ ഇറ്റ് വിൽ ബിക്കം ലിപ് സർവീസ്, അല്ലെങ്കിൽ ഇറ്റ് വിൽ ബിക്കം എ ട്രഡീഷണൽ ഓർത്തഡോക്സ് കൈൻഡ് ഓഫ് വർഷിപ്പ്. റിലീജിയസ് ആയിട്ട് മാറരുത്. എന്നാൽ എൻജോയ് ചെയ്യുന്ന, എന്ന് വെച്ചാൽ സങ്കീർത്തനം 16 അവസാനം പറയുന്നത് പോലെ നിൻ്റെ വലതു ഭാഗത്ത് ആനന്ദമുണ്ട്, സന്തോഷവും ആനന്ദത്തിൻ്റെ പരിപൂർണതയുമുണ്ട് എന്ന് പറയുന്നത് പോലെ there is enjoyment, there is a kind of pleasure in worshiping God. അതല്ലാതെ ബോറടിക്കുന്നൊരു പരിപാടിയല്ല ഈ ആരാധന എന്ന് പറയുന്നത്, അടിച്ചേൽപ്പിക്കുന്നൊരു പരിപാടിയുമല്ല. ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. വീണ്ടെടുത്ത കർത്താവിനോടുള്ള നന്ദി. വി ആർ ഇറ്റേണലി ഇൻഡെറ്റഡ് ടു ഗോഡ്. ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ? ഐ ആം ഇറ്റേണലി ഇൻഡെറ്റഡ് ടു ഗോഡ്. എൻ്റെ മലയാളത്തിൽ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം: ഞാൻ നിത്യകാലത്തേക്ക് കർത്താവിനോട് കടപ്പെട്ടിരിക്കുന്നു. വീണ്ടെടുപ്പിനായി, വീണ്ടെടുപ്പ് നിമിത്തം ഞാൻ നിത്യകാലത്തേക്ക് ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നു. ഐ ആം ഇറ്റേണലി ഇൻഡെറ്റഡ് ടു ഗോഡ് ഫോർ ദ റിഡംഷൻ. അപ്പോൾ രക്ഷിക്കപ്പെട്ടവരുടെ ദ ഗ്രേറ്റസ്റ്റ് ഡ്യൂട്ടി ഓഫ് ദ സേവ്ഡ് ഈസ് വർഷിപ്പ്. അതും വേണമെങ്കിൽ ടൈപ്പ് ചെയ്തിടുക. ഒരു നോട്ട്ബുക്കോ പേനയൊക്കെ എടുത്ത് ഞാൻ പറയുന്നതൊക്കെ അങ്ങ് എഴുതിക്കോ. ഇതുകൊണ്ട് അനുഗ്രഹം ഉണ്ടാവുള്ളൂ. ഞാൻ ഉറപ്പ് പറയാം, ഈ നോട്ട്സ് എഴുതുന്നത് കൊണ്ട് അനുഗ്രഹം മാത്രമേ നിങ്ങൾക്കുണ്ടാവൂ. മനുഷ്യപുത്ര എഴുതുക, മനുഷ്യപുത്രി എഴുതുക. അപ്പോൾ ഈ ദൈവവചനം വായിക്കുകയോ എഴുതുകയോ കേൾക്കുകയോ പറയുകയോ ഏറ്റുപറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നവരെല്ലാം അനുഗ്രഹിക്കപ്പെടും. So when you interact with the word, you are interacting with God. ദൈവവചനവുമായി നാം ഇടപഴകുമ്പോൾ ദൈവവുമായിട്ടാണ് നമ്മൾ ഇടപഴകുന്നത്, മറ്റൊന്നുമായിട്ടല്ല. സോ ഇനി ഈ ഭൂമി കഴിഞ്ഞാലും നമ്മൾ ദൈവത്തെ നിത്യം ആരാധിക്കും. പക്ഷെ അതൊരു വലിയ അനുഭൂതിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ചിലർക്ക് ചിന്തിക്കുക, എൻ്റെ കർത്താവേ 24 മണിക്കൂർ അവിടെ പോയി ഇങ്ങനെ കൈയടിച്ച് സ്വോത്രം 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 ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണോ സ്വർഗം? നോ, നെവർ. സ്വർഗത്തിൽ വർക്കുണ്ടെന്നറിയാമോ? വളരെ ക്ലിയർ ആയിട്ട് വചനത്തിലുണ്ട്. നിത്യതയിൽ, നമ്മളിവിടെ നിത്യതയിൽ പ്രവേശിച്ചാലും കുറേ പേര് അവിടെ ഭരണത്തിലായിരിക്കും, കുറേ പേരവിടെ പ്രവൃത്തിയിലായിരിക്കും എന്ന് പറഞ്ഞ് ഇവിടുത്തെ പോലത്തെ 8 മണിക്കൂർ പഞ്ച് ചെയ്ത് കയറുന്ന ജോലിയോ ഓഫീസ് പരിപാടിയോ സോഫ്റ്റ്വെയർ എഞ്ചിൻ അങ്ങനത്തെ പരിപാടികളൊന്നുമല്ല. മൊത്തത്തിൽ യൂണിവേഴ്സിൻ്റെ അഡ്മിനിസ്ട്രേഷനിൽ നമുക്കൊരു പാർട്ടുണ്ട്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ്, ശിശുമാർക്കിടയ്ക്കൊരു സംശയം വന്നു, ഞങ്ങളെല്ലാം വിട്ട് നിൻ്റെ പുറകെ വന്നു. അവർ വിട്ടുകളഞ്ഞു എന്ന് പറയുമ്പോൾ, സകലവും വിട്ടു എന്ന് പറയുമ്പോൾ അവർക്ക് ഹൃദയത്തിൽ വേദന ഉണ്ടാകത്തക്ക രീതിയിൽ അവർക്കുണ്ടായിരുന്ന സകലവും അവർ വിട്ടു. സോ അതിൻ്റെ അർത്ഥം അവർക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നു. ശിശുമാർ പലരും ഒരു കൊള്ളാവുന്ന ഫാമിലിയിൽ നിന്നുള്ളവരായിരുന്നു. അവരുടെ ബിസിനസ് സകലവും അവർ വിട്ടു. അപ്പോൾ അവർ ഒരു ദിവസം ഒരു സംശയം കർത്താവിനോട് ചോദിച്ചു, എക്സ്ക്യൂസ് മീ,
ഞങ്ങൾ കയ്യിലുള്ള എല്ലാം, ജീവിതത്തിൽ ഉണ്ടായിരുന്ന സമ്പാദ്യങ്ങളും വീടും പണവും ബിസിനസ്സും എല്ലാം വിട്ടാണ് നിൻ്റെ പുറകെ വന്നിരിക്കുന്നത്. സോ ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചപ്പോൾ യേശു കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഇസ്രായേൽ ഗോത്രം 12നെയും എന്നോടൊപ്പം സിംഹാസനങ്ങളിലിരുന്ന് ന്യായം വിധിക്കും, മാത്രമല്ല ഭരിക്കും. റൂളർഷിപ്പ്, ജഡ്ജ്മെൻറ്റിൻ്റെ ഇതുവരെ. അപ്പോൾ സഹിക്കുന്നെങ്കിൽ കൂടെ വാഴും. അപ്പം നിത്യത എന്ന് പറയുന്നത് എന്നും എല്ലാ ഇങ്ങനെ കൈയടിച്ച് സ്തോത്രം 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 ഹല്ലേലൂയ 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 നിത്യത മുഴുവൻ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അത് തന്നെ ഒരു പണിഷ്മെൻറ്റാണ്. സോ അതല്ല നിത്യത. ഒത്തിരി പേർക്ക് സ്വർഗത്തിൽ പോകണ്ട, കാരണം അവർ വിചാരിക്കുന്നത് ഈ ഒന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ സുഖങ്ങളോ അല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ചില മതങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്ന അങ്ങനെയല്ല. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കുടിക്കാൻ മദ്യം, സ്ത്രീ വേണോ, അതാണ് സ്വർഗം എന്ന കോൺസെപ്റ്റിൽ വിശ്വസിക്കുന്ന മതങ്ങളുണ്ട്. ഇതൊന്നുമല്ല സ്വർഗം. ഹെവൻ ഈസ് എ ഹോളി പ്ലേസ്, ഹെവൻ ഈസ് എ ഹാപ്പി പ്ലേസ്, ഇറ്റ്സ് എ വർക്ക് പ്ലേസ്. നമുക്ക് ഭക്ഷിക്കാൻ കിട്ടും. ഞാൻ പറഞ്ഞല്ലേ, ഈ ഫുഡി ആയിട്ടുള്ള ആളുകൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് സ്വർഗം. കാരണം ഇവിടെ കിട്ടാത്ത സൂപ്പർ ഫുഡ് സ്വർഗത്തിലുണ്ടെന്ന് ബൈബിളിലുണ്ട്. കണ്ണൂർന്ന് വേണം ബൈബിൾ വായിക്കാൻ, കണ്ണടച്ച് വായിക്കരുത്. Alright. So we are eternally indebted to God for creating us, number one. Number two, for redeeming us, then loving us, caring for us, blessing us, giving us reward. There are numerous things in that list. ഇതിനെല്ലാറ്റിനും നമ്മൾ കർത്താവിനോട് വളരെ 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 കടപ്പെട്ടവരാണ്. സോ എങ്ങനെയാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ ഒരുങ്ങേണ്ടത്? ഇവിടത്തേക്കും അവിടത്തേക്കും എല്ലാത്തിനും വേണ്ടി എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്? സോ വാട്ട് ആർ ദ prerequisites for worshiping God the right way? ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞു, many people worship the real God, the right God in a wrong way. സത്യദൈവത്തെ, ശരിയായ ദൈവത്തെ തെറ്റായ രീതിയിൽ ആരാധിക്കുന്ന ഒത്തിരി പേരുണ്ട്. Some others worship the wrong God in the right way. തെറ്റായ ദൈവത്തെ ശരിയായ രീതിയിൽ ആരാധിക്കുന്നവരും കാണും. നമ്മൾ ചെയ്യേണ്ടത് we should worship the right God in the right way. അതിലേക്കാണ് നമ്മളുടെ ഒരുക്കങ്ങൾ. സോ അതിൽ വരുന്ന നമ്പർ 1 എഴുതുക, ടൈപ്പ് ചെയ്യുക, ഇത് സ്റ്റോർ ചെയ്യുക. റിപ്പൻറ്റൻസ് ആൻഡ് റെക്കൺസിലിയേഷൻ. ആദ്യത്തെ, the first prerequisite for worshiping God the right way, the right God the right way. എന്താണത്? റിപ്പൻറ്റൻസ് ആൻഡ് റെക്കൺസിലിയേഷൻ. മാനസാന്തരവും നിരപ്പും എന്ന് വേണമെങ്കിൽ പറയാം. മാനസാന്തരവും നിരപ്പും. ഇത് പറയാൻ കാരണം, wrong relationship, whether it is with God or with man, തെറ്റായ ബന്ധങ്ങൾ, it can hinder, it can stop, it can arrest the worship to God, the flow of worship to God. നമുക്ക് എല്ലാവർക്കും അനുഭവമുള്ളതാണ്. ചില വചനങ്ങൾ നോക്കാം. Psalm 66, 17 and 18. 66-ാമത്തെ സങ്കീർത്തനമാണ്, 17-18. I cried out to him with my mouth. His praise was on my tongue. If I had cherished sin in my heart, the Lord would not have listened. മലയാളം നോക്കാം. ഞാൻ എൻ്റെ വായ കൊണ്ട് അവനോട് നിലവിളിച്ചു. വാ തുറന്ന് ദൈവത്തോട് നിലവിളിച്ചു. എൻ്റെ നാവിന്മേൽ അവൻ്റെ പുകഴ്ച ഉണ്ടായിരുന്നു. എൻ്റെ വായിൽ അവൻ്റെ സ്തുതികൾ, പുകഴ്ച ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കയില്ലായിരുന്നു. So there are conditions for acceptance of our prayer and worship. പ്രാർത്ഥനയാകട്ടെ, ആരാധനയാകട്ടെ, ചില കണ്ടീഷൻസിലാണ് ദൈവം അത് സ്വീകരിക്കുന്നത്. എല്ലാ പ്രാർത്ഥനകളും കർത്താവ് കൈക്കൊള്ളുന്നില്ല എന്നറിയാമല്ലോ. പാപികളുടെ പ്രാർത്ഥന കർത്താവ് കൈക്കൊള്ളുന്നില്ല എന്നൊരു ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. അതൊരു അന്ധനായിരുന്ന മനുഷ്യൻ്റെ ഒപ്പീനിയൻ ആണെങ്കിൽ പോലും, there is some truth in it. എന്നാൽ തികച്ചും ശരിയാണ്. അല്ല, പാപികൾ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവ് രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് കേൾക്കാറുണ്ട്. എങ്കിലും ജനറലി സ്പീക്കിംഗ്, നമ്മുടെ കയ്യിലിരിപ്പ് അനുസരിച്ച്, കൈവെടിപ്പിനനുസരിച്ച് അവൻ എനിക്ക് പ്രതിഫലം തന്നു എന്ന് പറയുന്നുണ്ട്. കൈയുടെ നമ്മുടെ നിർമ്മലത, ഹൃദയത്തിൻ്റെ നിർമ്മലത അനുസരിച്ച്. So it can attract God. So I cried out to him with my mouth. എൻ്റെ വായ തുറന്ന്, വാ കൊണ്ട്
ഞാൻ അവനോട് നിലവിളിച്ചു. ഹിസ് പ്രൈസ് വാസ് ഓൺ മൈ ടങ്. അവൻ്റെ സ്തുതി എൻ്റെ നാവിലുണ്ടായിരുന്നു. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി, ദൈവത്തിന് സ്തോത്രം എന്നൊക്കെ പറയുന്നു. സ്തുതി, സ്തുതി. If I had cherished sin in my heart, the Lord would not have listened. എൻ്റെ ഹൃദയത്തിൽ പാപം ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നു, അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കുകയില്ലായിരുന്നു. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ റിലേഷൻഷിപ്പ് ആൻഡ് റെക്കൺസിലിയേഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയും. ദൈവമായുള്ള ബന്ധം, മനുഷ്യരുമായുള്ള ബന്ധം, നിരപ്പ്, ദൈവമായുള്ള നിരപ്പ്, മനുഷ്യരുമായുള്ള നിരപ്പ്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ജീസസ് ഈസ് there for us to reconcile us with the Father. ഈ മധ്യസ്ഥൻ, എല്ലാവരും ഒന്ന് പറഞ്ഞേ, മധ്യസ്ഥൻ. എല്ലാവരും പറയും ഏക മധ്യസ്ഥൻ, the only one mediator, the only one mediator. 1 Timothy chapter 2 verse number 5. 1 തിമോത്തിയോസ് 2:5 അസന്നിഗ്ധമായി, ആർക്കും സംശയം വേണ്ട, വ്യക്തമായി, ഗ്രേ ഏരിയ ഇല്ലാതെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, there is only one mediator between God and man. ദൈവത്തിനും മനുഷ്യനും ഇടയിൽ ഒരൊറ്റ മധ്യസ്ഥനേ ഉള്ളൂ. മരിച്ചുപോയവരോ ഇപ്പോഴുള്ളവരോ ആയ ആർക്കും ദൈവത്തിനും മനുഷ്യർക്കും മധ്യത്തിൽ മധ്യസ്ഥനാകാൻ സാധ്യമല്ല. ഞാൻ അനേക പ്രാവശ്യം മോർണിംഗ് ഗ്ലോറി മെസ്സേജുകളിൽ തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇതിന് മറ്റാർക്കും സാധിക്കാത്തതിന് കാരണം, മധ്യസ്ഥനായി വരുന്ന ഒരാൾക്ക്, ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീകളക്ട് ചെയ്യാം, മധ്യസ്ഥനായി വരുന്ന ഒരാൾക്ക് ചില ഗുണഗണങ്ങൾ ആവശ്യമാണ്. ഒന്ന്, രണ്ട് പാർട്ടികളെ തമ്മിലാണ് നിരപ്പിക്കുന്നത്, മീഡിയേറ്ററായിട്ട് നിൽക്കുന്നത് രണ്ട് പാർട്ടികൾ. ആ പാർട്ടികൾ തമ്മിൽ പ്രശ്നമുണ്ട്. ഈ പ്രശ്നം തീർക്കണമെങ്കിൽ മധ്യസ്ഥനായി നിൽക്കുന്നയാൾക്ക് ഈ പാർട്ടി അറിയാൻ കഴിയണം, ഈ പാർട്ടി, രണ്ട് പാർട്ടികളെ അറിയാൻ കഴിയണം. എങ്കിൽ മാത്രമേ ഇടനിലക്കാരനായി, മധ്യസ്ഥനായി, റെക്കൺസൈൽ ചെയ്യുന്ന വ്യക്തിയായി നിൽക്കാൻ കഴിയൂ. അപ്പോൾ ഒരു പാർട്ടി ദൈവമാണ്, ഒരു പാർട്ടി മനുഷ്യനാണ്. അതിൻ്റെ അർത്ഥം മധ്യസ്ഥനായി നിൽക്കുന്ന ആൾക്ക് ദൈവത്തെ അറിയാൻ കഴിയണം, മനുഷ്യനെ അറിയാൻ കഴിയണം. ദൈവത്തിൻ്റെ നേച്ചർ അറിയാൻ കഴിയണം, മനുഷ്യൻ്റെ നേച്ചറും അറിയാൻ കഴിയണം. അങ്ങനെ ആകെപ്പാടെ ഈ യൂണിവേഴ്സിൽ, സ്വർഗത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ, ആകെ ഒരു വ്യക്തിത്വമേ ഉള്ളൂ. അതാരാണ്? അതാണ് യേശു. കാരണം അവൻ ഒരേ സമയം ദൈവമാണ്, ഒരേ സമയം മനുഷ്യരുമാണ്. സോ ഗോഡ്സ് നേച്ചർ ആൻഡ് മാൻസ് നേച്ചർ, അല്ലെങ്കിൽ ഡിവൈൻ നേച്ചർ ആൻഡ് ഹ്യൂമൻ നേച്ചർ, ഇത് രണ്ടുമുള്ള ബ്ലെൻഡായിട്ടുള്ളത് യേശു മാത്രമാണ്. സോ യേശുവിനല്ലാതെ നമ്മളെ നിരപ്പിക്കാൻ സാധ്യമല്ല. ഞാൻ പറയാൻ വന്നത്, ആരാധനയ്ക്ക് മുമ്പ് നമുക്ക് എന്താവശ്യമാണ്? റൈറ്റ് റിലേഷൻഷിപ്പ് ആൻഡ് റൈറ്റ് റെക്കൺസിലിയേഷൻ ആവശ്യമാണ്, ദൈവത്തോടും മനുഷ്യരോടും. So Jesus is the only or the greatest reconciler and mediator. യേശു മാത്രമാണ്. ഇതിനൊരു വചനഭാഗം കൂടെ നമുക്കൊന്ന് വായിക്കണം. മാത്യു 5:23 and 24. അതിൽ പറയും, therefore if you are offering your gift at the altar and there remember that your brother or sister has something against you, leave your gift there in front of the altar. First go and be reconciled to them, then come and offer your gift. എൻ്റെ മലയാളം കൂടെ നമുക്കൊന്ന് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം, പോകാം. മത്തായി 5-ാം അധ്യായം, 23-ാമത്തെ വചനം കേട്ടോളൂ. ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ, നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിൻ്റെ മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കും. ഇതൊരു ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു വചനമാണ്. കാരണം ഒരു ഓഫറിങ് അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് ദൈവസന്നിധിയിൽ, അതൊക്കെ ആരാധനയുടെ പാർട്ടാണ്. ഈ ആരാധിക്കാൻ വേണ്ടി വഴിപാടുമായി നമ്മൾ ഇപ്പോൾ പുതിയ നിയമത്തിലാണെങ്കിൽ അധരഫലം എന്ന സ്തോത്രയാഗം, ഇതാണ് യാഗപീഠം. യാഗവസ്തു എന്ന് പറയുന്നത് സ്തോത്രം, സ്തോത്രയാഗം, സാക്രിഫൈസ് ഓഫ് പ്രൈസ്. ഇതാണെങ്കിൽ അതുമായിട്ട് മുമ്പിൽ നമ്മൾ നിൽക്കുക, സ്തോത്രം പറയാൻ, ഹല്ലേലൂയ പറയാൻ, ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ദിവസം വന്ന് നിൽക്കുക പുതിയ നിയമത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ. അപ്പോൾ അവിടെ പറയാം, സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ, നിനക്ക് സഹോദരനോടല്ല, സഹോദരന് നിന്നോട്.
that your brother or sister has something against you. നിന്റെ സഹോദരനോ സഹോദരിക്കോ നിന്നോട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ, നിനക്ക് അങ്ങോട്ടല്ല അവർക്ക് നിന്നോട് ഓർമ്മ വന്നാൽ, പറഞ്ഞിരിക്കുക നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിൻ്റെ മുമ്പിൽ വെക്കുക. അവിടെ വെച്ചേക്ക്, അതവിടെ ഇരിക്കട്ടെ. ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നു കൊടുക്കുക. തിരിച്ചു പോകണം. ചിലപ്പോൾ 2 കിലോമീറ്റർ, 4 കിലോമീറ്റർ, 10 കിലോമീറ്റർ, ചിലപ്പോൾ ഒരു ദിവസത്തെ വഴി ദൂരം, ഐ ഡോണ്ട് നോ. അത്രയും ദൂരം ചെന്ന്, അടുത്താണെങ്കിൽ അകലെയാണെങ്കിൽ ചെന്ന് ആ സഹോദരനോട് നിരന്നു കൊടുക്കുക എന്ന് വെച്ചാൽ ഗെറ്റ് റെക്കൺസൈൽ. ഇവിടെ വിഷയം ആരാധന അർപ്പിക്കുന്ന ദൈവത്തിനാണ്, പക്ഷേ നിരപ്പ് പ്രാപിക്കുന്ന സഹോദരനോടോ സഹോദരിയോടാണ്. അതിൻ്റെ അർത്ഥം സഹോദരനോടോ സഹോദരിയോടോ നിരപ്പില്ലാതിരിക്കുന്ന ഒരു സമയത്ത് ദൈവസന്നിധിയിൽ കൊണ്ടുവരുന്ന ആരാധന അല്ലെങ്കിൽ വഴിപാട് ദൈവം അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ചോദ്യം, അങ്ങനെയാണെങ്കിൽ എത്രയെത്രയോ ഞായറാഴ്ചകളിൽ, എത്രയെത്രയോ പ്രാവശ്യം ഒറ്റയ്ക്കിരിക്കുമ്പോൾ, മറ്റു പ്രാർത്ഥനകളിൽ നമ്മൾ ദൈവത്തിന് അർപ്പിച്ചിട്ടുള്ള ആരാധന സ്വീകരിക്കപ്പെടാതെ പോയി കാണും. ശരിയല്ലേ ഞാൻ പറയുന്നത്? എത്രത്തോളം പോയി കാണും? അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, പ്രീ റെക്വസൈറ്റ് എന്ന് പറയുമ്പോൾ മുന്നമേ ചെയ്യപ്പെടേണ്ട കാര്യം, ആരാധനയ്ക്ക് മുമ്പ് ഒരുക്കമായി ചെയ്യപ്പെടേണ്ട കാര്യമാണ് നമ്മൾ ഈ പറഞ്ഞത്. എന്താണത്? സഹോദരന് നിന്നോട് വല്ലതും ഉണ്ടെങ്കിൽ, സഹോദരിക്ക് നിന്നോട് വല്ലതും ഉണ്ടെങ്കിൽ, ആദ്യം ചെന്ന് അവരുമായിട്ട്, ഒരു പക്ഷേ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ അവർക്ക് ഇങ്ങോട്ടാ പ്രശ്നം, അതുപോലും ആരാധനയ്ക്ക് തടസ്സമാകാം എന്നാണ് ഈ പറയുന്നത്. ഓൾറൈറ്റ്, ഇനി അടുത്തൊരു വചനം കൂടി വായിച്ചേക്കാം. 1 John 4:20. ഇതൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് കമന്റ് സെക്ഷനിൽ ഇട്ട് കൊടുക്കണേ. ഹലോ. Whoever claims to love God yet hates a brother or sister is a liar. For whoever does not love their brother and sister whom they have seen cannot love God whom they have not seen. 1 യോഹന്നാൻ, അതിലേക്കൊന്ന് പോകാം. 1 യോഹന്നാൻ 4-ാം അധ്യായം 20-ാമത്തെ വചനം നോക്കാം. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് പറയുകയും തൻ്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകും. അപ്പോൾ കള്ളനാണെങ്കിൽ മോഷ്ടിക്കൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് കള്ളനാകാൻ പറ്റും. ഇവിടെ ഇംഗ്ലീഷിൽ പറയുന്നത് നുണയനാകുന്നു എന്നാണ്. ഈസ് എ ലയർ എന്ന് പറഞ്ഞാൽ കള്ളം പറയുന്നവനാകുന്നു, അല്ലെങ്കിൽ ഈസ് എ ലയർ, നുണ പറയുന്നവനാകുന്നു, പൊളി പറയുന്നവനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല. വാട്ട് എ ലോജിക് യോഹന്നാൻ അപ്പോസ്തലൻ എഴുതി വച്ചിരിക്കുന്നു. നേരെ കാണാൻ കഴിയുന്ന ഒരു സഹോദരനെ സ്നേഹിക്കാൻ പറ്റാത്തവന് എങ്ങനെ കാണാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയും? 21-ാമത്തെ വചനത്തിൽ, അടുത്ത വചനത്തിൽ പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം എന്നീ കൽപ്പന നമുക്ക് അവങ്കൽ നിന്ന് ലഭിച്ചിരിക്കും. ചുരുക്കി പറഞ്ഞാൽ, മനുഷ്യരോടുള്ള നമ്മുടെ റിലേഷൻഷിപ്പിൽ വരുന്ന പ്രശ്നങ്ങൾ ദൈവത്തോടുള്ള ആരാധനയെ ബാധിക്കുന്നു. ഓ മൈ ജീസസ്. സോ നമ്മൾ ആരാധിക്കുന്നു പറയുമ്പോൾ അതിനു മുമ്പ് ചില ഒരുക്കങ്ങളൊക്കെ നടക്കണം. എന്നാൽ മാത്രമേ ശരിയായ ആരാധന ദൈവസ്ഥലം അർപ്പിക്കപ്പെടാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു ഇത് കൂടിപ്പോകുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് പറഞ്ഞുകൂടാ. ആരാധനയെക്കുറിച്ച് സവിസ്തരം എലാബറേറ്റ് ചെയ്ത് ഈ ആംഗിളിലും പല ആസ്പെക്റ്റിലും ഒക്കെ അനലിറ്റിക്കലായിട്ടൊക്കെ നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നത്. ഇതിങ്ങനെ തന്നെ പോകണോ അതോ നിർത്തണോ? നിങ്ങൾ തന്നെ പറ. ഞാൻ ഓരോ ടോപ്പിക് എടുത്താൽ, ഇപ്പോൾ പ്രാർത്ഥന എടുത്തു, ആരാധന എടുത്തു, അല്ലെങ്കിൽ ഹ്യൂമിലിറ്റി, ഇങ്ങനെ ഒത്തിരി ടോപ്പിക്സ് നമ്മൾ ഓൾറെഡി കവർ ചെയ്തു. പലതും ഇങ്ങനെ പരന്ന് വിസ്തരിച്ച് അപഗ്രഥിച്ച് ഇങ്ങനെ വിശാലമായിട്ടാണ് പോകുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? അതൊരു ടോപ്പിക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഗുളിക പോലെ തരാനും എനിക്ക് പറ്റും. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതല്ലേ നല്ലത്. നമ്മൾ പല പല ആംഗിള് വചനം ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്, ഉൽപ്പത്തി മുതൽ വെളിപ്പാട്. അതിലെല്ലാം പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുള്ള പലതും എടുത്താണ് നമ്മൾ ക്രോഡീകരിച്ച് ചിന്തിക്കുന്നത്. ഇത് ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറയണം. എനിക്ക് മെസ്സേജ് അയക്കണം വാട്സപ്പിൽ, അല്ലെങ്കിൽ
കമൻറ്റ് സെക്ഷനിൽ ഇട്ടാൽ മതി. അതത് ദിവസത്തെ കാര്യം അതത് ദിവസത്തെ കമൻറ്റ് സെക്ഷനിൽ ഇടുക. അതറിയില്ലെങ്കിൽ ആരോടെങ്കിലുമൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. സോ നമ്മൾ ഇന്ന് ആരംഭിച്ചിരിക്കുന്നത് ആരാധനയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കത്തെക്കുറിച്ചുള്ള ഒരു സന്ദേശ പരമ്പരയാണ്. പല ദിവസങ്ങൾ നമ്മളത് ചിന്തിക്കും തീരുന്നതുവരെ. പ്രാർത്ഥിക്കാം. കൈനീട്ടാം. കർത്താവേ, ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ഇതെല്ലാം മനസ്സിലാക്കാൻ വെളിപാടിൻ്റെ ആത്മാവിന് എല്ലാ ഹൃദയങ്ങളിലും അങ്ങ് പകരുന്നതിനായി നന്ദി. അതോടൊപ്പം രോഗികളെ അങ്ങ് സൗഖ്യമാക്കുന്നതിനായി നന്ദി. ഞാൻ കാണുന്ന ചില കാര്യങ്ങൾ പറയുകയാണ്. അലർജി മൂലം വളരെ പ്രയാസപ്പെടുന്ന ചില വ്യക്തികൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ തൽക്ഷണം സൗഖ്യം സ്വീകരിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അല്ല, കണ്ണിന് ഡബിൾ വിഷൻ അനുഭവിക്കുന്ന ആരും, പലതിങ്ങനെ രണ്ടായിട്ട് കാണും. നിങ്ങൾക്ക് ആ കണ്ണിൽ കൈവെക്കാം. യേശുവിൻ്റെ നാമത്തിൽ ആ വിഷൻ കറക്റ്റ് ആവട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. ബ്രസ്റ്റ് ക്യാൻസർ മൂലം പ്രയാസപ്പെടുന്ന പലരെയും കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ്. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ സൗഖ്യം നടക്കട്ടെ. വിവിധ രീതിയിലുള്ള വേദനകൾ, നീര് ഇതെല്ലാം വറ്റിപ്പോട്ടെ. ക്യാൻസർ സൗഖ്യമാകട്ടെ. മക്കളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ പല മേഖലകളിൽ വലിയ പ്രശ്നങ്ങൾ അനുഭവിക്കുകയും സ്റ്റക്കായി നിൽക്കുകയും ചെയ്യുന്നവരെ കർത്താവ് തൊടുന്നതിനായി നന്ദി. ഇൻ ജീസസ് നെയിം, ആമേൻ. ഗോഡ് ബ്ലെസ് യു. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അയക്കണം. ബ്ലെസ്സിംഗ് ടുഡേ നമ്പറിൽ വിളിക്കാം. അതുപോലെ എനിക്ക് അയക്കാം. കർത്താവ് ധാരാളമായി എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇതിൻ്റെ ലിങ്ക് എടുത്തിട്ട് യൂട്യൂബിലൊക്കെ ഫേസ്ബുക്കിലൊക്കെ കാണും. ലിങ്ക് എടുത്ത് ഒത്തിരി പേർക്ക് വാട്സപ്പിലൊക്കെ അയച്ചു കൊടുക്കുക. നിങ്ങളുടെ വാട്സപ്പ് സ്റ്റേറ്റസ് ആക്കി മാറ്റുക. God bless you all. See you tomorrow. Bye-bye.